ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച പാർട്ടിയെ മുൾമുനയിലാക്കിയിട്ടും ഇ.പി. ജയരാജനെ പരസ്യമായി തള്ളിപ്പറയാതെ സി.പി.എം മാറി നിന്നതിന് പിന്നിൽ പിണറായിയുടെ ഇടപെടൽ ആണെന്നാണ് പലരും പറയുന്നത്. തിങ്കളാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി.ക്കെതിരെ വിമർശനം ഉയർന്നുവെങ്കിലും നടപടി വേണ്ടെന്നും പരസ്യ നിലപാടിൽ പിന്തുണയ്ക്കുന്ന സമീപനം മതിയെന്നും ധാരണയിലെത്തിയിരിക്കുകയാണ്. ആരോപണവും ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സി.പി.എം ഇ.പിക്ക് അനുമതി നൽകി. എന്നാൽ ഇ.പി. അതിനെയും തയ്യാറായില്ല. ഇ.പിക്കെതിരെ മുഖ്യമന്ത്രി പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്നായിരുന്നു യോഗത്തിലെ നിലപാട്. പരസ്യമായി തള്ളിപ്പറയാതിരിക്കുമ്പോഴും കൂട്ടുകെട്ടുകളിൽ ഇ.പി. ജാഗ്രത പുലർത്തണം എന്നും നേരത്തെയും ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്നുമുള്ള പിണറായി വിജയന്റെ പരാമർശം ശരിവെക്കുന്നതോടുകൂടി ജാഗ്രത കുറവുണ്ടായി എന്ന് അംഗീകരിക്കുകയാണ് പാർട്ടി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ.പി. വിഷയം ചൂടേറിയ ചർച്ചയായി മാറിയത്. ജാവദേക്കറെ കണ്ടതിൽ തെറ്റില്ല എന്നും കൂടിക്കാഴ്ച നിഷ്കളങ്കമായിരുന്നു എന്നുമാണ് സെക്രട്ടേറിയറ്റ് യോഗശേഷമുള്ള സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വിശദീകരണം. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലും കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ കാണുമ്പോഴൊക്കെ അവസാനിച്ചു പോകുന്ന പ്രത്യയശാസ്ത്ര കരുത്ത് മാത്രമേ ഇടതുപക്ഷ നേതാക്കൾക്കുള്ളൂ എന്ന പൈങ്കിളി ശാസ്ത്രമാണത്. വ്യക്തിപരമായി ഒരാളെ കണ്ടുവെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി എന്ന് പറയാൻ മാത്രം എന്ത് ഭ്രാന്താണുള്ളത്? ഇനി മറ്റു നേതാക്കൾ ജാവദേക്കറുമായി കണ്ടാലും കുഴപ്പമില്ല എന്നതിലേക്ക് വരെ സെക്രട്ടറിയുടെ ന്യായീകരണവും ഉദാര സമീപനവും നീണ്ടു. പിണറായി എഴുതിക്കൊടുത്തത് വായിക്കുകയാണ് ഗോവിന്ദൻ ചെയ്തത്. ഇ.പിക്കെതിരെ നടപടിക്ക് മുതിരുന്നത് പ്രതിപക്ഷത്തിന് നൽകുന്ന വടിയായിരിക്കുമെന്ന വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടായി. ഇ.പിയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇ.പിക്കെതിരെ നടപടിയുണ്ടായാൽ മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ ആരോപണവും നീളും. ഈ സാഹചര്യത്തിലാണ് ഇ.പിയെ പിന്തുണച്ച മുഖം രക്ഷിക്കാൻ ഉചിതമെന്ന വിലയിരുത്തൽ ഉണ്ടായത്. ജാവദേക്കറെ കണ്ടതിലല്ല, നന്ദകുമാറുമായുള്ള സൗഹൃദമാണ് ഏറെ വിമർശിക്കപ്പെട്ടത്. അദ്ദേഹവുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചു എന്ന് ഇ.പി. യോഗത്തിൽ വിശദീകരിച്ചു. ഇ.പിയെ പാർട്ടി പിന്തുണച്ചതിന് പിന്നാലെ കനത്ത വിമർശനവുമായും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ഇ.പി. ജയരാജനെ തൊടാൻ സി.പി.എമ്മിന് മുഖ്യമന്ത്രിക്കും ഭയമാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഏജന്റായി ബി.ജെ.പിയുമായും സംസാരിച്ച ഇ.പി. ജയരാജനെതിരെ ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം സി.പി.എമ്മിന് ഇല്ല എന്നും വി.ഡി. സതീശൻ പറയുന്നു. യഥാർത്ഥത്തിൽ പിണറായി ഇ.പി. രക്ഷിച്ചത് ഇ.പിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്. ഇ.പിയെ പിടിച്ചാൽ താനും കളിയിലെ കഥാപാത്രമാകുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം. പിണറായിക്ക് വേണ്ടിയാണ് ഇ.പി. ബി.ജെ.പി. നേതാക്കളെ കണ്ടത് എന്ന വാദത്തിന് കഴമ്പുണ്ടാവും. ഇത്തരമൊരു സാഹചര്യം ഒരുക്കാതിരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. പിണറായിയും കുടുംബവും നേരിടുന്ന കേസുകൾക്ക് വേണ്ടി ഇ.പി. ബി.ജെ.പി. നേതാക്കളെ കാണുന്നുണ്ട് എന്ന ആരോപണം മുമ്പേയുണ്ട്. ഇ.പിയും പിണറായിയും തമ്മിലുള്ള സൗഹൃദ ബന്ധം അറിയുന്ന ആരും ഇ.പിയെ സംശയിക്കില്ല. ഇ.പിക്കുള്ളത് ജാഗ്രത കുറവ് മാത്രമാണ്. അക്കാര്യം നേതാക്കൾക്ക് അറിയാം. എന്നാൽ ഗോവിന്ദന്റേത് ഇ.പിയോടുള്ള പക മാത്രമാണ്. അത് തീർക്കുകയാണ് ഉദ്ദേശം. എന്നാൽ എം.വി. ഗോവിന്ദന് ഇ.പിയെ ഭയമുണ്ട് എന്നും നിസ്തർക്കമായ കാര്യങ്ങളാണ്. കാരണം ഇ.പി. എല്ലാം പറഞ്ഞാൽ എം.വി. ഗോവിന്ദന് എ.കെ. സെന്ററിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തള്ളിപ്പറഞ്ഞതോടെ ഇ.പി. മുന്നണി കൺവീനറായി ഇനി എത്ര നാളെന്ന ചോദ്യവും ഉയരുകയാണ്. CPM സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി ഇത് ഉപേക്ഷിച്ചാണ് ഈ ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത്.